ഡോക്ടർ, എനിക്ക് അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നില്ല. അതെന്താ ശ്വേത അങ്ങനെ ഒരു സംശയം? നിങ്ങളുടെ വീട്ടുകാർക്കോ ഹസ്ബൻഡിനോ ആർക്കും ഇല്ലാത്തൊരു സംശയവും? ഇതെപ്പോൾ തുടങ്ങിയതാ എന്ത്? ഇങ്ങനെ മുടി വിരലിൽ ചുറ്റുന്നത്? എനിക്ക് ഓർമ്മയുള്ളപ്പോൾ മുതൽ ടെൻഷൻ ആവുമ്പോൾ അറിയാതെ. ഓക്കെ ശ്വേത, അപ്പോൾ എന്താണ് കുഞ്ഞ് സ്വന്തമല്ലെന്ന് തോന്നാൻ? ഡോക്ടർ, അത് അന്ന് വാർഡിൽ വെച്ച് എൻ്റെ കുഞ്ഞിനെ ആരോ മാറ്റിയതാ. ഓ ശ്വേത, നെവർ. അല്ല ഡോക്ടർ, അന്ന് വാർഡിൽ എൻ്റെ ബെഡിനടുത്ത് അതേ പ്രായമുള്ളൊരു യുവതി കിടപ്പുണ്ടായിരുന്നു. കവിളിൽ മറകുള്ളൊരു സ്ത്രീ. എനിക്ക് ഓർമ്മയുണ്ട് അവൾ പറഞ്ഞത്. എന്ത്? അവൾക്ക് ആൺകുഞ്ഞിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ്. എൻ്റെ വയറ് കണ്ട് ആൺകുട്ടിയാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരേ ദിവസമാണ് ഡെലിവറി ആയത്. എനിക്ക് സിസേറിയൻ ആയിരുന്നു, അവക്ക് നോർമലും. ബോധം വന്നപ്പോൾ സിസ്റ്റർ പറയുന്നത് ഞാൻ കേട്ട്, പെൺകുഞ്ഞാന്ന്. പിന്നീടാണ് അറിഞ്ഞത് അവക്കും ആൺകുട്ടിയാണ് ജനിച്ചതെന്ന്. ഞാൻ എൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞിനെ നോക്കി, അവളുടെ അതേ മാർക്ക് ഞാൻ ആ കുഞ്ഞിലും കണ്ടു. അപ്പം മുതൽ എൻ്റെ കുഞ്ഞല്ല, അവർ കുഞ്ഞിനെ മാറ്റിയെന്ന് തോന്നലുണ്ടായി. അത് മാറുന്നില്ല ഡോക്ടർ. ഒരുപക്ഷെ സത്യതൊന്നല്ലായിരിക്കും, പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഡോക്ടർ. മനസ്സ് തുറന്നൊന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, ഉമ്മ വയ്ക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ലൊരു അമ്മയാവാൻ പറ്റുന്നില്ല ഡോക്ടർ. ഏയ് ശ്വേത, എല്ലാം ശ്വേതയുടെ തോന്നലുകളാണ്. എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ബിലീവ് മീ. ഇതെല്ലാം ശ്വേതക്ക് പെട്ടെന്നുണ്ടായതല്ല. ചെറുപ്പത്തിലെ തന്നെ ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടുള്ള ഒരു ലൈഫ്. സഹിക്കാവുന്നതിനും അപ്പുറമായപ്പോൾ അത് പൊട്ടിത്തെറിച്ചു. മുള്ളെടുത്ത് കളയും പോലെ അത്ര ഈസി അല്ല. പതിയെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുവരാം. ഒരാഴ്ച ടാബ്ലറ്റ് കഴിക്കട്ടെ. ഓക്കെ. ഇടയ്ക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയാൽ വരണം. ഓക്കെ, നമുക്ക് ശരിയാക്കാം. ഡോക്ടർ, എന്താണ് പ്രശ്നം? ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ വൈഫിനെയും കൊണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിരുന്നു. ആ യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. വൈഫ് എവിടെ? ഞാനൊരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിരുന്നല്ലോ. അവളില്ലാതെ എനിക്ക് വരാൻ കഴിയില്ലല്ലോ ഡോക്ടർ. മനസ്സിലായില്ല. അന്ന് ഇവിടുന്ന് പോയി ഒരു 2 ആഴ്ചയായി കാണുന്നു. അവൾ സൂയിസൈഡ് ചെയ്തു. ചിലപ്പോൾ അവസാന പ്രതീക്ഷ എന്നാണമായിരിക്കും അവൾ ഇങ്ങോട്ട് വന്നത്. കുഞ്ഞിനെ ഉൾക്കൊള്ളാനാകുന്നില്ല എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. ഇപ്പോൾ ഞാൻ വന്നത് എനിക്ക് വേണ്ടിയാണോ ഡോക്ടർ? എനിക്ക് ഉറക്കമില്ല ഡോക്ടർ, മനസ്സിനൊരു സമാധാനമില്ല. എന്തെങ്കിലും ഒരു ടാബ്ലറ്റ്, എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുക ഡോക്ടർ. എല്ലാം ശരിയാകും വിനു, ശരിയാവും. കാത്തു, അവൾ വളർന്നിരിക്കുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച കണ്ട് സന്തോഷിക്കണോ കരയണോ എന്നെനിക്കറിയില്ല.